കാർഡിയാക് അറസ്റ്റും ഒരു ഹാർട്ടിൻ്റെ അറ്റാക്കും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അത് ഹാർട്ടിൽ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർട്ടിൽ ഒരു രക്തക്കുഴൽ ബ്ലോക്കായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഹാർട്ടിലോട്ടുള്ള മസിൽ ആ ഒരു ഭാഗത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ട് ആ മസിൽ ഡാമേജ് ആവുന്നതിനാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. പക്ഷേ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് പമ്പിങ് നിർത്തുന്ന അവസ്ഥയാണ്. ഹാർട്ട് കംപ്ലീറ്റ്ലി ഇൻ സ്റ്റാൻഡ് സ്റ്റില്ലാണ്. അറ്റാക്ക് കൊണ്ട് കാർഡിയാക് അറസ്റ്റ് വരാം. അതുപോലെ തന്നെ വേറെ ഒരുപാട് കോസുകൾ കൊണ്ടും കാർഡിയാക് അറസ്റ്റ് വരാം. സോ കാർഡിയാക് അറസ്റ്റ് ഒരു മൾട്ടിപ്പിൾ പ്രോബ്ലങ്ങളുടെ ഒരു എൻഡ് പോയിന്റ് ആണ് കാർഡിയാക് അറസ്റ്റ്. ഈ കാർഡിയാക് അറസ്റ്റിൽ വരുമ്പോൾ നമുക്ക് എല്ലാവരും വിചാരിക്കും, നമ്മൾ ആദ്യം തന്നെ ഒരു പേഷ്യൻറ്റിനെ കാണുന്ന ആൾക്കാർ, ആ ലേ പേഴ്സൺ അവർ ചെയ്യുന്ന റെസിസിറ്റേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം റീസെൻ്റ് ആയിട്ട് സ്റ്റഡീസിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെയധികം പുറത്തുള്ള എല്ലാ രാജ്യങ്ങളിലും CPR എങ്ങനെ ബേസിക് ലൈഫ് സപ്പോർട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് മാൻഡേറ്ററി ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മൾ എല്ലാ പബ്ലിക് പ്ലേസസിലും ഒരു ബോക്സിൽ AED എന്ന് പറയുന്ന ഒരു മെഷീൻ വെച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. അതായത് ഹാർട്ടിന് ഷോക്ക് കൊടുത്തിട്ട് ഹാർട്ടിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സാധനമാണിത്. പക്ഷേ AED വരുന്നതിനും അല്ലെങ്കിൽ എമർജൻസി സർവീസസ് വരുന്നതിനും ഹോസ്പിറ്റലിൽ എത്തുന്നതിനും ഒക്കെ മുന്നേ തന്നെ ആദ്യം കാണുന്ന ആൾക്കാർക്ക് എങ്ങനെ CPR കൊടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CPR നന്നപോലെ കൊടുക്കാൻ പറ്റും. അതായത് ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ബ്രെയിനിലോട്ടുള്ള സർക്കുലേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. കാരണം ബ്രെയിനിന് ഒരു സ്വന്തമായിട്ട് എനർജി സ്റ്റോഴ്സ് ഒന്നുമില്ല. ഒരു 3 മിനിറ്റിന് മേലെ ബ്രെയിനിന് ഡാമേജ് തുടങ്ങും. ആൻഡ് ബൈ അറൗണ്ട് 20 minutes ഡാമേജ് ബിക്കംസ് പെർമനൻറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയാലും ദാറ്റ് എമൗണ്ട് ഓഫ് ബ്രെയിൻ ഡാമേജ് വിൽ സ്റ്റിൽ ബി ദെയർ. അതിൽ നിന്നുള്ള റിക്കവറി എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരു പേഷ്യൻറ്റിനെ നമ്മൾ കാർഡിയാക് അറസ്റ്റിൽ കാണുകയാണെങ്കിൽ അത് പേഷ്യൻ്റ് അൺറെസ്പോൺസീവ് ആണ്, പേഷ്യൻറ്റിന് പൾസ് ഇല്ല, പേഷ്യൻറ്റിന് ബ്രത്ത് ഇല്ല, ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഈസ് കോൾ. സെക്കൻഡ് ഈസ് ടു പുഷ് ആൻഡ് തേർഡ് ഈസ് ടു ഷോക്ക്. ഫസ്റ്റ് യു കോൾ ഫോർ ഹെൽപ്പ് ഡെഫിനറ്റ്ലി. അതായത് ഒരിക്കലും ഒരാൾക്ക് തന്നെത്താനെ ആ ഒരു സിറ്റുവേഷനിൽ ഡീൽ ചെയ്യാൻ പറ്റില്ല. ഏത് എമർജൻസി 108 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടോ ആരെങ്കിലും ഒരാളെ വിളിക്കുക, സ്പീക്കർ ഫോണിൽ വെക്കുക. സ്പീക്കർ ഫോണിൽ വെച്ചാൽ മതി, ഫോൺ വിളിച്ചതിന് സമയം കളയരുത്. സ്പീക്കർ ഫോണിൽ വെക്കുക, യൂസ് പുഷ്, സ്റ്റാർട്ട് ചെസ്റ്റ് കംപ്രഷൻസ് ആൻഡ് ദെൻ ആ സമയം കൊണ്ട് ദ AED വിൽ അറൈവ് ആൻഡ് ദെൻ AED ക്യാൻ റീസ്റ്റാർട്ട് ദ ഹാർട്ട്.